ചെമ്പനീർ പൂവിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്വാമി പറഞ്ഞതനുസരിച്ച് സുധി അമ്പലനടയിൽ ഭിക്ഷ എടുക്കാനായി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് രേവതി അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. രേവതിയെ കണ്ടപ്പോൾ തന്നെ സുധി എഴുന്നേൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്ക് രേവതി മറ്റുള്ള ഭിക്ഷക്കാർക്കൊക്കെ കാശ് കൊടുത്ത് സുധിയുടെ അരികിൽ എത്തുന്നുണ്ട്. സുധി അപ്പോഴേക്കും തുണി കൊണ്ട് മുഖം മറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും രേവതിക്ക് സംശയം തോന്നുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്താ ഇവിടെ, എന്താ ഈ വേഷത്തിൽ? പിന്നെ കാണിക്കുന്നത് ഏതായാലും രേവതി സച്ചിയെ വിളിച്ച് പറയുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, അത് മറ്റാരെങ്കിലും ആയിരിക്കും, നിനക്ക് ആള് മാറിയതായിരിക്കും. അല്ല സച്ചിയേട്ടാ, എനിക്ക് ഉറപ്പുണ്ട് അയാൾ തന്നെയാ, സച്ചിയേട്ടൻ വേഗത്തിൽ വാ എന്നൊക്കെ പറയുന്നുണ്ട് രേവതി. പിന്നെ കാണിക്കുന്നത് വർഷയുടെ വീടാണ്. വർഷയുടെ അച്ഛനോട് പറയുന്നുണ്ട്, രേവതി എഴുത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ രേവതി എഴുത്തിയെ അത്രയ്ക്ക് മോശം രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ് സച്ചിയേട്ടൻ അച്ഛനെ തല്ലിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഏതായാലും സച്ചി അമ്പലനടയിൽ വന്ന് സുധിയെ കണ്ട് ഞെട്ടുന്നുണ്ട്. അത് കാണിച്ചുകൊണ്ടാണ് പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.